കേന്ദ്ര സർക്കാരിന്റെ അവഗണനകൾക്കെതിരെ മനുഷ്യച്ചങ്ങല തീർത്ത് പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം രാജ്ഭവൻ വരെ തീർത്ത മനുഷ്യച്ചങ്ങലയിൽ ലക്ഷക്കണക്കിന് ജനങ്ങൾ അണിനിരന്നു. രാജ്ഭവന് മുന്നിൽ ഡിവൈഎഫ്ഐയുടെ പ്രഥമ പ്രസിഡന്റ് ഇ.പി. ജയരാജൻ അവസാന കണ്ണിയായി. തുടർന്നുള്ള സമ്മേളനം സിപിഎം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തോട് കേന്ദ്രം കാട്ടുന്ന അവഗണനകൾക്കെതിരെയുള്ള ഡിവൈഎഫ്ഐയുടെ മനുഷ്യച്ചങ്ങലയിൽ മുഖ്യമന്ത്രിയുടെ കുടുംബം ഉൾപ്പെടെ ലക്ഷക്കണക്കിന് പേരാണ് അണിനിരന്നത്. ഇനിയും സഹിക്കണോ കേന്ദ്ര അവഗണന എന്ന മുദ്രാവാക്യമുയർത്തിയായിരുന്നു കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 651 കിലോമീറ്റർ നീണ്ട മനുഷ്യച്ചങ്ങല. വൈകിട്ട് 4:30 ട്രയൽ ചങ്ങല തീർത്ത ശേഷം 5 മണിയോടെ മനുഷ്യച്ചങ്ങല തീർത്തു. ശേഷം ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി.കെ. സനോജ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. കേന്ദ്ര ഭരണാധികാരികൾ കാണുന്നത് ഈ പൂർണ്ണതയുടെ ദുരന്തഫലം അനുഭവിക്കുന്ന സംസ്ഥാനമാണ് നമ്മുടെ കേരളം. തുടർന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേന്ദ്രത്തിനെതിരെ പൊരുതുന്ന സംസ്ഥാനമായതുകൊണ്ടാണ് കേരളത്തെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്നതെന്നും ബിജെപിയുടെ ഹിന്ദുത്വ വർഗീയ അജണ്ടയോട് കോൺഗ്രസ് ജനവിരുദ്ധ നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും എം.വി. ഗോവിന്ദൻ കുറ്റപ്പെടുത്തി. കേരളത്തോട് കേന്ദ്ര ഗവൺമെന്റ് കാണിക്കുന്ന അവഗണന എണ്ണി ചൂണ്ടിക്കാണിച്ചപ്പോ അവർക്ക് ഈ അവഗണന ഇല്ല എന്ന് പറയാൻ സാധിച്ചില്ല. അവഗണന ഉണ്ട് എന്ന് തന്നെ പറഞ്ഞു. കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള പോരാട്ടത്തിൽ രാഷ്ട്രീയത്തിന്റെ പേര് പറഞ്ഞ് ഒഴിഞ്ഞു നിൽക്കുന്ന, രാഷ്ട്രീയമാണ് പ്രധാനമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒഴിഞ്ഞു നിൽക്കുന്ന ഒരു സമീപനമാണ് കോൺഗ്രസിന്റെ ഭാഗത്തുണ്ടായത്. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ എസ് രാമചന്ദ്രൻ പിള്ള, എം.എ. ബേബി, ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ഹിമഗ്നരാജ് ഭട്ടാചാര്യ, സമൂഹത്തിന്റെ വ്യത്യസ്ത വിഭാഗങ്ങളിൽപ്പെടുന്ന ആളുകൾ തുടങ്ങിയവരും ചങ്ങലയുടെ ഭാഗമായി. അമൃത ന്യൂസ്, തിരുവനന്തപുരം.